ഗുഡ് ഈവനിങ് ഓൾ. നേഴ്സസ് സക്സസ് മാജിക് കരിയർ മറ്റൊരു യൂട്യൂബ് സെക്ഷനിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് സബ്ജക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഓൺ ട്രെയിനിൽ നിന്നുള്ള ആദ്യത്തെ ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചത് അല്ലേ. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്ന അതിന്റെ രണ്ടാമത്തെ ടൈപ്പ് ചോദ്യങ്ങളാണ്. ഞാൻ പറഞ്ഞു 2019 ഓൾമോസ്റ്റ് എല്ലാ ഷിഫ്റ്റിലും 5 ഷിഫ്റ്റിലും ക്വസ്റ്റ്യൻ വന്നൊരു ടോപ്പിക്കാണ് പ്രോബ്ലംസ് ഓൺ ട്രെയിൻ എന്ന് പറയുന്നത്. തന്നെ ഫാർമസിയുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും ലാബ് ടെക്നീഷ്യന്റെ എക്സാം ക്വസ്റ്റ്യൻ ആയാലും ഇതിലെല്ലാത്തിലും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എല്ലാ ഷിഫ്റ്റിലും ഉണ്ടായിരുന്നു. പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ നഴ്സിംഗിന്റെ അതേ ക്വസ്റ്റ്യന്റെ തന്നെ പല വാല്യൂസും വെച്ചിട്ട് തന്നെയായിരുന്നു മറ്റ് പാരാമെഡിക്കൽ എക്സാമുകളുടെയും ക്വസ്റ്റ്യൻ വന്നത്. സോ അപ്പോൾ ഈ 2019 ചോദ്യങ്ങളും അതുപോലെ തന്നെ 2015 ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് റെയിൽവേയുടെ തന്നെ സ്റ്റാഫ് നഴ്സ് എക്സാം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മറ്റു റെയിൽവേയുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചുള്ള രണ്ടാമത്തെ ടൈപ്പ് ചോദ്യങ്ങളിൽ ഒരു ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോ അപ്പൊ നിങ്ങൾ എല്ലാവരും ആദ്യത്തെ ക്ലാസ് എല്ലാവരും കണ്ട് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ എഴുതിയെടുത്ത് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. സോ ഇന്ന് നമ്മൾ അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യനാണ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോ ആരെങ്കിലും ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തൊട്ട് മുന്നത്തെ ക്ലാസ് കൂടെ കണ്ടിട്ട് മാത്രമേ ഈ രണ്ടാമത്തെ ടൈപ്പ് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാവൂ. കാരണം ആദ്യത്തെ ടൈപ്പിൽ നമ്മൾ ഒറ്റ സിനാരിയോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ് ചെയ്തത്. സോ ഇനി ഇപ്പൊ രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമ്മൾ രണ്ട് സിനാരിയോ തരും. ഉദാഹരണം, ഒരു പ്ലാറ്റ്ഫോം, ഒരു ട്രെയിൻ ഇത്ര കടന്നുപോയി, അതിന്റെ അറ്റത്ത് ഒരാൾ നിന്നു, ആ ആളിനെ ആ ട്രെയിൻ ഇത്ര സമയം കൊണ്ടാണ് കടന്നുപോയത്, അത് ഈ വേഗത ഇത്രയായിരുന്നു, അങ്ങനെയാണെങ്കിൽ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് എന്താണ്. അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ തന്നിട്ട് സിറ്റുവേഷൻ തന്നിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ അങ്ങനെയുള്ള ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോ അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്തിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സിൽ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫ്രണ്ട്സിനും കൂടെ എക്സാം റെയിൽവേ എക്സാം എഴുതുന്ന മറ്റു സുഹൃത്തുക്കൾക്കായും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇൻട്രൊഡക്ഷൻ ആയിട്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ തന്നെ പഠിച്ച ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഫോർമുല വെച്ചിട്ടാണ് ഈ പ്രോബ്ലംസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യുന്നത്. സോ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, അല്ലെങ്കിൽ അതിൽ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. നമ്മൾ വളരെ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഈ ഒരു ഫോർമുല, സ്പീഡ് ഇസ് ഡിസ്റ്റൻസ് ബൈ ടൈം, അത് ഓർത്താലും മതി. അതൊന്ന് ബാക്കി രണ്ട് ഫോർമുല ഡിറൈവ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് എല്ലാ ചോദ്യങ്ങളും വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതുപോലെ ട്രെയിൻസിന്റെ പ്രോബ്ലംസ് ചോദിക്കുന്ന രണ്ട് ടൈപ്പ് രീതിയിലാണ്, അത് രണ്ട് സിനാരിയോയിലാണ്. ഒന്ന്, ഒരു ട്രെയിൻ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു പോള് അല്ലെങ്കിൽ ഒരു ടെലിഫോൺ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു സിഗ്നൽ പോസ്റ്റ്, ഒരു ട്രീ കടന്നു പോകുന്നു. അങ്ങനെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആയിട്ട് എടുക്കേണ്ടത് ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ്. ഇതാണ് സിനാരിയോ 1 അല്ലെങ്കിൽ ടൈപ്പ് 1 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് വരുന്നത് ഒരു ട്രെയിന്, ഒരു പാലം, ഒരു നല്ല നീളമുള്ള ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ റെയിൽവേ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു നീളമുള്ള ഒരു ടണൽ, സോ ഇങ്ങനെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് അവിടെ ലെങ്ത് ഓഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് നമ്മൾ എടുക്കേണ്ടത് ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ആ ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജോ ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോമോ ലെങ്ത് ഓഫ് ദ ടണലും കൂടി ചേർത്ത് വേണം ഡിസ്റ്റൻസ് ട്രാവൽ എടുക്കാൻ. ഈ രണ്ട് ബേസിക് കാര്യങ്ങൾ അറിയാമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ബാക്കി എല്ലാ ചോദ്യങ്ങളും നമുക്ക് വർക്ക്ഔട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു യൂണിറ്റ് കൺവേർഷൻ മറന്നു പോരുത്. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനും കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനുമായിട്ടുള്ള കൺവേർഷൻ കൂടി ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രോബ്ലംസും കഴിഞ്ഞു. സോ ഇത് മൂന്ന് കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിന്റെ റിവ്യൂ മാത്രമാണ്. നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ ടൈപ്പ് ചോദ്യങ്ങൾ, ഒരു 10 ചോദ്യങ്ങളാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ആ ടൈപ്പ് ചോദ്യങ്ങൾ മാത്രം നിങ്ങൾക്കൊന്ന് ഡിഫറെന്റ് ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആ ഒരു 10 ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് കേട്ടോ. ആദ്യത്തെ ചോദ്യം, എ ട്രെയിൻ ടേക്സ് 65 seconds to cross a platform and 49 seconds to cross a person standing on the platform. If the speed of the train is 29 meters per second, then the length of the platform is. ഇതാണ് റെയിൽവേയുടെ സ്റ്റാഫ് നേഴ്സ് 2019 എക്സാമിന് ചോദിച്ച ഒരു ചോദ്യം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 484 മീറ്റർ അല്ലെങ്കിൽ 484 മീറ്റർ, ഓപ്ഷൻ ബി 494 മീറ്റർ, ഓപ്ഷൻ സി 464 മീറ്റർ, ഓപ്ഷൻ ഡി 474 മീറ്റർ. ഉണ്ടോ? ഇവിടെ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന്, ട്രെയിൻ 65 സെക്കൻഡ് കൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്തു അല്ലെങ്കിൽ പാസ് ചെയ്തു പോയി. അതേപോലെ തന്നെ അതിന്റെ അറ്റത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ 49 സെക്കൻഡ് കൊണ്ട് ക്രോസ് ചെയ്ത് പോലെ പാസ് ചെയ്ത് പോയി. ഇത് രണ്ട് സിറ്റുവേഷൻ തന്നിട്ടുണ്ട്, അല്ലെ? അത് രണ്ട് സിനാരിയോ തന്നിട്ടുണ്ട്. എന്നിട്ട് അവളുടെ സ്പീഡ് പറഞ്ഞിട്ടുണ്ട് 29 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം ആണ്.
അപ്പൊ ഒരു ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോമും ട്രെയിനും വെച്ചുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഒരു മാൻ നിൽക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ട്. നോക്കിയേ, ഇപ്പൊ രണ്ട് സിനാരിയോ നമുക്ക് എടുക്കാം. അപ്പൊ ഇവിടെ സ്പീഡ് തന്നിരിക്കുന്നത്, ആദ്യം തന്നെ ഞാൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് എടുത്തെഴുതുകയാണ്. നിങ്ങൾക്ക് ആദ്യം ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതുന്നത് കേട്ടോ. സ്പീഡ് എന്ന് പറയുന്നത് 29 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശരിയല്ലേ? ഉം. ആദ്യത്തെ സിനാരിയോയില് ട്രെയിൻ പാസ് ചെയ്തു പോയ ടൈം എന്ന് പറയുന്നത് 65 സെക്കൻഡ് ആണ്. രണ്ടാമത്തതിൽ ആ മാനിനെ കടന്നുപോയത് ടി എന്ന് പറയുന്നത് 49 സെക്കൻഡ് ആണ് രണ്ടാമത്തെ സിനാരിയോയില്. ശരിയല്ലേ? അപ്പൊ ഞാൻ ആദ്യത്തെ സിനാരിയോ എടുക്കുകയാണ്. ട്രെയിൻ ടേക്സ് 65 seconds ടു ക്രോസ് എ പ്ലാറ്റ്ഫോം. അപ്പൊ ആദ്യം ട്രെയിനും പ്ലാറ്റ്ഫോം ആണ് കടന്നു പോകുന്നതെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ സിറ്റുവേഷൻ ആണ്, അത് ടൈപ്പ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണ്? ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം അല്ലെ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ട്രെയിൻ, ഞാൻ അതിന് L എന്നാണ് എടുക്കുന്നത്. ദെൻ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ P എന്ന് എടുത്തു. ലെങ്ത് ഓഫ് ദ ട്രെയിൻ L, പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് P എന്ന് എടുത്തു. അപ്പൊ അത് രണ്ടും കൂടി ആണ് എന്തെന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഡിസ്റ്റൻസിന്റെ ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്നാണ് അല്ലെ. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ടോ? യെസ്, സ്പീഡ് തന്നിട്ടുണ്ട് 29 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ടൈം എത്രയാണ്? ആദ്യത്തെ കേസിൽ പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എടുത്ത ടൈം 65 സെക്കൻഡ് ആണ് അല്ലെ. 65 സെക്കൻഡ് ആണ്. ക്ലിയർ അല്ലേ? യെസ്, നമുക്ക് രണ്ടും കൂടെ ഗുണിക്കാം. 29 ഗുണം 65 അല്ലെ. 9 5 45, 4 ശിഷ്ടം. ദെൻ 2 5 10 4 14, 9 6 54, 5 ശിഷ്ടം. 6 2 12, 5 17. ശരിയല്ലേ? സോ 5 4 4 8, 7 1 8, 1 1885. 1885 എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ്. അതായത് ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം, സോറി, ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം ആണ് 1885 മീറ്റർ നമുക്ക് ആദ്യത്തെ സിനാരിയോയിൽ നിന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ സിനാരിയോ നോക്കിയേ. എ പേഴ്സൺ ആണല്ലേ, ഒരു വ്യക്തിയാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ വ്യക്തിയെ കടന്നു പോകുകയാണെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ടത് ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ് അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ് രണ്ടാമത്തെ സിനാരിയോയിലും. സോ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ്. സോ ലെങ്ത് ഓഫ് ദ ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എന്ന് പറയുന്നത് 29 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 49 സെക്കൻഡ് ആണ്. 49 സെക്കൻഡ്. സോ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 29 ഇൻറ്റു 49. 9 9 81, 8 ശിഷ്ടം. 2 9 18, 8 26. 4 9 36, 3 ശിഷ്ടം. 4 2 8 3 11. കൂട്ടി 1 6 6 12, 1 ശിഷ്ടം. 2 1 3 1 4 1 1421 മീറ്റർ അല്ലെ. 1421. ശരിയല്ലേ? 1421. ലെങ്ത് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം 1885 ആണ്. ലെങ്ത് ഓഫ് ദ ട്രെയിൻ 1421 ആണ്. ഇങ്ങനെ പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാൻ 1885 നിന്ന് 1421 കുറച്ചാൽ മതി. 5 നിന്ന് 1 പോയാൽ 4, 8 നിന്ന് 2 പോയാൽ 6, 8 നിന്ന് 4 പോയാൽ 4, 1 നിന്ന് 1 പോയാൽ 0. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 464 മീറ്റർ. ആൻസർ എന്ന ഓപ്ഷൻ സി ആണ്. കിട്ടിയോ? ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? യെസ്. അപ്പൊ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സ്പീഡ് ഇൻറ്റു ടൈം എന്നാണ്. ഒന്നാമത്തെ സിനാരിയോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കേണ്ടത് ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം ആണ് എടുക്കേണ്ടത്. സ്പീഡ് ഇൻറ്റു ടൈം എടുത്തു നമ്മൾ. ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ഈസ് ഈക്വൽ 1885 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ സിനാരിയോയിൽ ഒരു പേഴ്സൺ ആണ് കടന്നു പോയിരിക്കുന്നത്. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൈപ്പ് 1 ക്വസ്റ്റ്യൻസ് ആണത്. സോ അങ്ങനെ വരുമ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ നമ്മൾ എടുക്കേണ്ടത് ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ്. സോ ലെങ്ത് ഓഫ് ദ ട്രെയിൻ കണ്ടുപിടിക്കുക, സ്പീഡ് ഇൻറ്റു ടൈം എടുത്താൽ മതി. രണ്ടാമത്തെ സിനാരിയോയിൽ ടൈം എന്ന് പറയുന്നത് 49 സെക്കൻഡ് ആണ്. സ്പീഡ് എന്ന് പറയുന്നത് 29 തന്നെയാണ്, സെയിം സ്പീഡ് ആണ്. സോ 1421 കിട്ടും. സോ ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് 1885 ആണ്. ലെങ്ത് ഓഫ് ദ ട്രെയിൻ 1421 കിട്ടി. അങ്ങനെ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ആദ്യത്തിൽ രണ്ടാമത്തെ മൈനസ് ചെയ്താൽ മതി. ബാക്കി കിട്ടുന്നത് നമുക്ക് എന്തായിരിക്കും? പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ആയിരിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് 464.
കിട്ടിയോ? 2019 റെയിൽവേ സ്റ്റാഫ് നേഴ്സ് എക്സാം. പക്ഷേ ഇത് 5 ഷിഫ്റ്റിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ സെയിം 29 മീറ്റർ പെർ സെക്കൻഡ് ഇട്ട് തന്നെ എക്സ്റേ ടെക്നീഷ്യന്റെ ക്വസ്റ്റ്യൻ വന്നു, ഫാർമസിയുടെ ക്വസ്റ്റ്യൻ വന്നു, പിന്നെ ഒരു സോഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന് പറയുന്ന എക്സാമിന്റെ ഈ ക്വസ്റ്റ്യൻ സെയിം തന്നെ വന്നു. അവിടെ അപ്പുറത്ത് ഇപ്പുറത്ത് മാത്രം വാല്യൂസ് മാറും. ഇനി ഈവൻ ഇതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ മാറിയിരിക്കുന്ന മിക്കതിലും ഈ 29 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് വേഗത 5 ഷിഫ്റ്റിലും. എനിക്ക് 4 ഷിഫ്റ്റിലും സെയിം ക്വസ്റ്റ്യനാ സ്പീഡ് വരുന്നിരിക്കുന്നത്. അതുപോലെ ആൻസർ 3 ഷിഫ്റ്റിൽ എന്തോ ഈ 464 തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ സംഖ്യയിൽ നമ്മൾ വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? അടുത്ത ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താ? എ ട്രെയിൻ ക്രോസസ് എ പ്ലാറ്റ്ഫോം ഇൻ 57 സെക്കൻഡ് ആൻഡ് എ പേഴ്സൺ സ്റ്റാൻഡിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം ഇൻ 41 സെക്കൻഡ്. The speed of the train is 29 meter per second and the length of the platform is same question ആണ് നേരത്തെ വേഗതയും സെയിം ആണ് കൊടുത്തിരിക്കുന്നത്. ഇതും റെയിൽവേ സ്റ്റാഫ് നേഴ്സ് എക്സാം 2019 മറ്റൊരു ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 460 464 മീറ്റർ, ഓപ്ഷൻ ബി 474 മീറ്റർ, ഓപ്ഷൻ സി 484 മീറ്റർ, ഓപ്ഷൻ ഡി 494 മീറ്റർ. സോ ഇവിടെയും നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട്, സെയിം ആണ്, 29 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ. ആദ്യത്തെ സിനാരിയോയിൽ പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് T1 എന്ന് പറയുന്നത് 57 സെക്കൻഡ് ആണ്. രണ്ടാമത്തെ സിനാരിയോ നോക്കി, പേഴ്സൺ സ്റ്റാൻഡിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം ദാറ്റ് ഇസ് 41 സെക്കൻഡ് ആണ്, T2. ഇനി ആദ്യത്തെ സിനാരിയോ നമുക്കറിയാം, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ് അല്ലെ. ആദ്യത്തെ സിനാരിയോ ഞാൻ പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യുന്ന എടുക്കുകയാണ്. സോ അവിടെ ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് L+P തന്നെ ഞാൻ എടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എന്ന് പറയുന്നത് 29 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഇൻറ്റു ടൈം. ആദ്യത്തെ പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യാൻ പാസ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 57 സെക്കൻഡ് ആണ്. സോ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 29 ഇൻറ്റു 57, 9 7 63, 6 ശിഷ്ടം, 2 7 14 6 20 അല്ല 20, 5 9 45, 4 ശിഷ്ടം, 2 5 14 14. സോ 3 5 4 2 6 1653 1653 മീറ്റർ ആണ് അല്ലെ. ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം ആണ് 1653 മീറ്റർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സിനാരിയോ, എ പേഴ്സൺ സ്റ്റാൻഡിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം. സോ ഒരു വ്യക്തിയാണ് നിൽക്കുന്നത്, അതിനെയാണ് ട്രെയിൻ ക്രോസ് ചെയ്ത് പോകുന്നതെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ് എടുക്കേണ്ടത്. സോ ലെങ്ത് ഓഫ് ദ ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് എന്ന് പറയുന്നത് 29 ആണ്, ടൈം രണ്ടാമത്തിൽ എത്രയാണ്? 41 സെക്കൻഡ് ആണ്. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. 29 41, 1 × 29 29, 4 9 36, 3 ശിഷ്ടം, 2 4 8 3 11, 1189 കിട്ടും അല്ലെ. 1189 മീറ്റർ. അപ്പൊ ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് 1653 ആണ്. ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്ന് പറയുന്നത് 1189 ആണ്. പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1653 നിന്ന് 1189 കുറച്ചാ പോരെ? എത്ര കിട്ടും? 4 4 6 464 മീറ്റർ കിട്ടും അല്ലെ. 464 മീറ്റർ. ദാറ്റ് ഇസ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. എല്ലാവർക്കും കിട്ടിയോ? വളരെ സിമ്പിൾ ആണ്. ഡിസ്റ്റൻസ് ഈസിക്കൽ സ്പീഡ് ഇൻ ടൈം ആണ്. ആദ്യത്തെ ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം, ഡിസ്റ്റൻസ് എന്നോട് പറയുന്നത് സ്പീഡ് ഇൻ ടൈം എടുത്താൽ മതി. രണ്ടാമത്തേല് ഒരു പേഴ്സൺ ആണ് നിൽക്കുന്നത്, സോ അതുകൊണ്ട് തന്നെ ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ് അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ സ്പീഡ് ഇൻ ടൈം എടുക്കുക. ദെൻ പ്ലാറ്റ്ഫോം ലെങ്ത് മാത്രമാണെങ്കിൽ ആദ്യത്തെ രണ്ടാമത്തെ മൈനസ് ചെയ്താൽ മാത്രം മതി. ആൻസർ എന്ന് പറയുന്നത് 464 മീറ്റർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കിട്ടിയോ? മൂന്നാമത്തെ ചോദ്യം, ഇതും റെയിൽവേ 2019 എക്സാം ക്വസ്റ്റ്യൻ ആണ്. എ 300 meter long train crosses a platform in 39 seconds while it crosses a single pole in 18 seconds. What is the length of the platform? Option A 680 meter, option B 320 meter, option C 350 meter, option D 650 meter. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ലെങ്ത് ഓഫ് ദ ട്രെയിൻ നമുക്ക് തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്ന് പറയുന്നത് 300 മീറ്റർ ആണ്. പിന്നെ തന്നിരിക്കുന്ന പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്ത് പോകാൻ എടുക്കുന്ന ടൈം T1 തന്നിട്ടുണ്ട് 39 സെക്കൻഡ് അല്ലെ. അതുപോലെ രണ്ടാമത് സിംഗിൾ പോൾ, അവിടെ പേഴ്സൺ അല്ല, ഒരു പോൾ ആണ്. ടൈപ്പ് 1 ക്വസ്റ്റ്യൻ തന്നെയാണ്. T2 തന്നിട്ടുണ്ട് 18
സെക്കൻഡ്. ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇവിടെ നമുക്ക് സ്പീഡ് ഇല്ല, സ്പീഡ് തന്നിട്ടില്ല, സ്പീഡ് നമുക്ക് തന്നിട്ടില്ല, പകരം ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ് തന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യത്തെ സിനാരിയോ നമുക്ക് എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാം? ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ, ദെൻ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പൊ ലെങ്ത് ഓഫ് ദ ട്രെയിൻ നമുക്ക് തന്നിട്ടുണ്ട് 300 പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ഈസ് ഈക്വൽ ടു സ്പീഡ് നമുക്ക് അറിയത്തില്ല, സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പക്ഷെ നമുക്കുണ്ട് 39 സെക്കൻഡ് ആണ്. രണ്ടാമത്തെ സിനാരിയോയിൽ പേഴ്സൺ ഇവിടെ പോൾ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, സോ അത് നമ്മൾ ഡിസ്റ്റൻസിൽ എടുക്കുന്ന ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ് അല്ലെ. ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്ന് പറയുന്നത് 300 മീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, ദെൻ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ടൈം നമുക്ക് തന്നിട്ടുണ്ട് 18 സെക്കൻഡ്. അങ്ങനെ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? സ്പീഡ് കണ്ടുപിടിക്കാം അല്ലെ. സ്പീഡ് ഈസ് ഈക്വൽ ടു 300 ഡിവൈഡഡ് ബൈ 18. സോ അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 കൊണ്ട് ക്യാൻസൽ ചെയ്യാം, 3 6 18, ഇവിടെ 5 6 30, സോ 50/3 എന്ന് കിട്ടും അല്ല, 50/3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും സ്പീഡ്. ക്ലിയർ അല്ല? അപ്പൊ സ്പീഡ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ആദ്യത്തെ ഇതിൽ കൊടുത്താൽ മതി. സോ സ്പീഡ് നമുക്ക് കിട്ടിയെങ്കിൽ 300 പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ഈസ് ഈക്വൽ ടു സ്പീഡ് എന്ന് പറയുന്നത് 50/3 ഇൻറ്റു 39 സെക്കൻഡ്. ക്ലിയർ അല്ലേ? ഇത് നോക്കിയേ, ഈ 3ഉം ഈ 39 ക്യാൻസൽ ആവും അല്ലെ, 13 തവണ 13 തവണ. സോ 50 ഗുണം 13. അപ്പൊ നോക്കി, ഞാൻ ഇത് ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. 300 പ്ലസ് ഈസ് ഈക്വൽ ടു 50 ഗുണം 13. 50 ഗുണം 13 ആകുമ്പോ 13 ഗുണം 5 എടുത്താൽ പോരെ, 5 15, 1 ശിഷ്ടം, 1 5 1 6, 65, പിന്നെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി, ദാറ്റ് ഇസ് 650 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ പി ഇസ് ഈക്വൽ ടു 650 മൈനസ് 300. 650 നിന്ന് 300 മൈനസ് ചെയ്താൽ 350 മീറ്റർ എന്ന് കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 350 മീറ്റർ എന്ന് കിട്ടും. എല്ലാവർക്കും കിട്ടിയോ? 350 മീറ്റർ. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ട്രെയിനിന്റെ ലെങ്ത് തന്നിട്ട് സ്പീഡാണ് തരാത്തത്. സോ അങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് രണ്ടാമത്തതിൽ നിന്ന് പോൾ ആയതുകൊണ്ട് തന്നെ ലെങ്ത് ഓഫ് ദ ട്രെയിൻ എടുത്താൽ മതി, ഡിസ്റ്റൻസിന് സ്പീഡും നമുക്കറിയില്ല, ടൈം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാം. സ്പീഡ് എടുത്ത് നമുക്ക് ആദ്യത്തിൽ അപ്ലൈ ചെയ്താൽ മതി, അതിൽ നിന്ന് നമുക്ക് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത്. എല്ലാവരും ക്ലിയർ ആയിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ? ഓക്കെ ആണോ? സാറ്റിസ്ഫൈഡ് ആണോ പഠിക്കുന്നത്? യെസ്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. എ ട്രെയിൻ ക്രോസസ് എ പ്ലാറ്റ്ഫോം ഇൻ 42 സെക്കൻഡ് ആൻഡ് എ പേഴ്സൺ സ്റ്റാൻഡിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം ഇൻ 26 സെക്കൻഡ്. If the speed of the train is 29 meter per second, then the length of the platform is റെയിൽവേ സ്റ്റാഫിനെ 2019 എക്സാം ചോദ്യമാണ്. ഓപ്ഷൻ എ 456 മീറ്റർ, ഓപ്ഷൻ ബി 466 മീറ്റർ, ഓപ്ഷൻ സി 476 മീറ്റർ, ഓപ്ഷൻ ഡി 464 മീറ്റർ. ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ച അതേ മെത്തേഡിൽ തന്നെ ഇവിടെ ചെയ്യേണ്ടത്. സോ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് എന്ന് പറയുന്നത് 29, ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 42 സെക്കൻഡ് ആണ് അല്ലെ, 42. സോ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 29 ഇൻറ്റു 42. 2 9 18, 1 ശിഷ്ടം, 2 2 4 1 5, 4 9 36, 3 ശിഷ്ടം, 4 2 8 3 11, 8 5 6 11, 1 ശിഷ്ടം, 1 2 1218. 1218 മീറ്റർ ആണ് ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത്. ഇനി രണ്ടാമത്തേതിൽ നോക്കിയേ, എ പേഴ്സൺ സ്റ്റാൻഡിംഗ് ആണ് അല്ലെ, അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത്. സോ ലെങ്ത് ഓഫ് ദ ട്രെയിൻ ഈസ് ഈക്വൽ ടു 29 സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ടൈം എന്ന് പറയുന്നത് 26 സെക്കൻഡ് ആണ്. സോ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 29 ഗുണം 26, 9 6 54, 5 ശിഷ്ടം, 2012 12 12 5 17 അല്ലെ, 2 9 18, 1 ശിഷ്ടം, 2 2 4 1 5, സോ 4 7 8 7 15, 1 ശിഷ്ടം, 5 1 6 1 7, 754. അതാണ് ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്ന് പറയുന്നത്. സോ ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് പ്ലാറ്റ്ഫോം ലെങ്ത് 1218 മീറ്റർ ആണ്. ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്ന് പറയുന്നത് 754 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1218 നിന്ന് 754 മൈനസ് ചെയ്താൽ 8 നിന്ന് 4 പോയാൽ 4,
ദെൻ 1-ൽ നിന്ന് 5 പോകത്തില്ല. സോ 11-ൽ നിന്ന് 5 പോയാൽ 6, ദെൻ 11-ൽ നിന്ന് 7 പോയാൽ 4. സോ 464 മീറ്റർ എന്ന് കിട്ടും. 464 മീറ്റർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എല്ലാവരും കിട്ടിയോ? 464 മീറ്റർ. സോ 4 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എല്ലാം 2019 എക്സാം ചോദ്യങ്ങളാണ്. 5ാമത്തെ ചോദ്യം. എ ട്രെയിൻ ക്രോസസ് എ 1 kilometer long bridge in 1 minute and a 750-meter long tunnel in 50 seconds. Assuming the train is running at uniform speed, what is the speed? Railway staff 2019 എക്സാം ക്വസ്റ്റ്യൻ ആണ്. 81 km/h, 90 km/h, 72 km/h, 108 km/h. സോ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചോളാം. ഒന്നാമത്തതിൽ 1 kilometer ലോങ് ബ്രിഡ്ജ് ആണ്, രണ്ടാമത്തെ ലോങ് ടണലാണ്. രണ്ടും തന്നിരിക്കുന്നത് രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ്, രണ്ടാമത്തെ സിനാരിയോ ആണ് അല്ലെ. ഇവിടെ നമ്മൾ രണ്ട് രീതിയിൽ രണ്ട് ഫോർമുലകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നോക്കിയേ, നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളത് നോക്കിയേ. ട്രെയിൻ ക്രോസസ് 1 kilometer ലോങ് ബ്രിഡ്ജ് ഇൻ 1 minute എന്നാണ്. അപ്പൊ ഞാൻ ഒന്നാമത്തെ സിനാരിയോ എഴുതുന്നു. ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് ആണ് ആദ്യത്തതില് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ലെങ്ത് ഓഫ് ദ ട്രെയിനെ ഞാൻ എൽ എന്ന ലെറ്റർ തന്നെ യൂസ് ചെയ്യുന്നു. സോ എൽ പ്ലസ് 1 kilometer ആണ് അല്ലെ. ഇവിടെ കിലോമീറ്റർ ആണ്, ആൻസറും കിലോമീറ്റർ ആണ്. എങ്കിലും ഞാൻ ബാക്കി മീറ്ററിലും സെക്കൻഡിലും ഒക്കെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ മീറ്റർ പെർ സെക്കൻഡ് ഇട്ടാണ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ അപ്പൊ ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് അത് 1 kilometer ആണ് തന്നിരിക്കുന്നത്. ഞാൻ അതിനെ മീറ്ററിലേക്ക് മാറ്റുകയാണ്. സോ 1 kilometer എന്ന് പറയുന്നത് നമുക്കറിയാം 1000 മീറ്റർ ആണ് അല്ലെ. 1000 മീറ്റർ ആണ്. ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്കറിയില്ല അല്ലെ. സ്പീഡ് എന്ന് പറയുന്നത് അറിയാം, ടൈം പക്ഷെ നമുക്ക് തന്നിട്ടുണ്ട് 1 minute എന്നാണ്. സോ ഞാൻ എല്ലാം മീറ്റർ സെക്കൻഡ് എന്ന രീതിയിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 1 minute ഞാൻ സെക്കൻഡിലേക്ക് മാറ്റുകയാണ്. സോ 1 minute എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ് അല്ലെ. 60 സെക്കൻഡ് ആണ്. 60 സെക്കൻഡ് ഇൻറ്റു സ്പീഡ് അല്ലെ. സ്പീഡ് നമുക്ക് അറിയത്തില്ല. സോ 60 ഇൻറ്റു എസ് എന്ന് ഞാൻ എടുക്കും. അവിടെ എസ് എന്ന് പറയുന്നത് സ്പീഡാണ്. ഇതാണ് ഒന്നാമത്തെ സിനാരിയോ. ഇവിടെ നമുക്ക് എസ് നമുക്ക് അറിയത്തില്ല, അതുപോലെ തന്നെ എല്ലും അറിയത്തില്ല. ഇനി രണ്ടാമത്തെ സിനാരിയോ നോക്കി. 750 മീറ്റർ എ ലോങ് ടണൽ ഇൻ 50 seconds ആണ്. അപ്പൊ അവിടെയും ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ ടണൽ ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ലെങ്ത് ഓഫ് ദ ടണൽ എന്ന് പറയുന്നത് 750 മീറ്റർ ആണ്. ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 50 സെക്കൻഡ് ആണ് ഇൻറ്റു സ്പീഡ്. ഇതാണ് രണ്ടാമത്തെ സിനാരിയോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുന്നിലുള്ളൂ. എൽ പ്ലസ് 100 ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു എസ്. എൽ പ്ലസ് 750 മീറ്റർ അത് ഞാൻ മാറ്റുകയാണ്. ഈസ് ഈക്വൽ 50 ഇൻറ്റു എസ്. ഇങ്ങനെ രണ്ട് ഫോർമുലകളാണ് നമുക്ക് വന്നേക്കുന്നത് അല്ലെ. നമ്മൾ പണ്ട് 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് സമവാക്യങ്ങൾ ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും ആൻസർ. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കി. ഇവിടെയും എല്ലുണ്ട്, ഇവിടെയും എല്ലുണ്ട്. ഇവിടെയും ഒരു സംഖ്യ ഉണ്ട്, ഇവിടെയും ഒരു സംഖ്യ ഉണ്ട്. ഇവിടെ ഒരു 60 ഇൻറ്റു എസ് ഉണ്ട്, 60 എസ് ഉണ്ട്. ഇവിടെ ഒരു 50 എസ് ഉണ്ട്. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് വന്നിരിക്കുന്നതാണ് അല്ലെ. ഇവിടെ നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് ഒന്നിനെ ഒഴിവാക്കിയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും? നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് ഒഴിവാക്കാനായിട്ട് നോക്കി. ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ കുറച്ചാൽ പോരെ. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ 1-ൽ നിന്ന് 2 കുറയ്ക്കണം. അപ്പൊ നോക്കി, 1-ൽ എല്ലിൽ നിന്ന് ഈ എല്ല് കുറച്ചാൽ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പൊ അതങ്ങ് പോയി അല്ലെ. അടുത്ത രണ്ടാമത് നോക്കി, 1000-ൽ നിന്ന് 750 കുറയ്ക്കണം. 1000-ൽ നിന്ന് 750 കുറച്ചാൽ 250. ഈക്വൽ ടു ഞാൻ അതുപോലെ തന്നെ കൊടുത്തു 60 എസ്. 60 ഗുണം എസ് എന്ന് പറഞ്ഞാൽ 60 എസ്. ഇവിടെ താഴെയുള്ള 50 ഗുണം എസ് 50 എസ്. അപ്പൊ 60 എസിൽ നിന്ന് 50 എസ് മൈനസ് ചെയ്താലോ നമുക്ക് 10 എസ് എന്ന് കിട്ടും. 10 ഗുണം എസ് എന്ന് കിട്ടും. ഇനി നമുക്ക് സ്പീഡ് കണ്ടുപിടിച്ചൂടെ? 250 ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു എസ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് കണ്ടുപിടിക്കാൻ 250 ഡിവൈഡഡ് ബൈ ഈ 10 താഴെ പോകും. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ
25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആൻസർ ചെയ്യും. അപ്പൊ സ്പീഡ് നമുക്ക് കിട്ടി 25 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. പക്ഷെ നമ്മുടെ ആൻസറിൽ മീറ്റർ പെർ സെക്കൻഡിലല്ല ആൻസർ, കിലോമീറ്റർ പെർ അവറിലാണ്. അല്ലെ, മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5ഉം 25 കൂടെ ക്യാൻസൽ ആകും 5 തവണ. സോ 5 ഗുണം 18 എന്ന് പറയുന്നത് 90 കിലോമീറ്റർ പെർ അവർ. സോ 90 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി ആണ്, 90 കിലോമീറ്റർ പെർ അവർ. എല്ലാവരും ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മളൊരു ഫോർമുല ഉണ്ടാക്കുന്നു, ഇക്വേഷൻ ഉണ്ടാക്കുന്നു. ആ രണ്ട് ഇക്വേഷൻ തമ്മിൽ ഏതോ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്ത് നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കുന്നു. സിമ്പിൾ ആയിട്ട് മനസ്സിലായോ എല്ലാവർക്കും? പിന്നെ ആ കൺവേർഷൻസും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ. യെസ്, നമ്മുടെ ആൻസർ 90 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം. A train crosses a station platform in 50 seconds and a person standing on the platform in 34 seconds. If the speed of the train is 29 meters per second, then the length of the platform is option A 466 meter, option B 464 meter, option C 470 meter, option D 468 meter. സോ ഇത് നമ്മൾ ആദ്യത്തെ രണ്ട് ചോദ്യം ചെയ്ത അതേ സെയിം മെത്തേഡ് ആണ്. പിന്നെ അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് പ്ലാറ്റ്ഫോം ആണല്ലേ. ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് പ്ലാറ്റ്ഫോം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദാറ്റ് സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എന്ന് പറയുന്നത് 29 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 50 സെക്കൻഡ്. 29 ഗുണം 5, 29 ഗുണം 5 9 5 45, 4 ശിഷ്ടം 2 5 10 4 14. ഒരു 0 കൂടി ഇട്ട് കൊടുക്കണം. 1450 മീറ്റർ. രണ്ടും കൂടെ കൂട്ടുമ്പോൾ ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം 1450 മീറ്റർ എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ സിനാരിയോ നോക്കി. ഒരു പേഴ്സൺ ആണ് നിൽക്കുന്നത് അല്ലെ. സോ നമുക്ക് ലെങ്ത് ഓഫ് ദ ട്രെയിൻ മാത്രം എടുത്താൽ മതി. ഡിസ്റ്റൻസിന് സ്പീഡ് ഇൻറ്റു 29 ആണ്. ടൈം എന്ന് പറയുന്നത് 34 സെക്കൻഡ് ആണ്, 34 സെക്കൻഡ്. 29 ഗുണം 34, 4 9 36, 3 ശിഷ്ടം 2 4 8 3 11, 3 9 27, 2 ശിഷ്ടം 3 2 6 2 8. ക്ലിയർ? സോ 6 7 1 8 8 1 9 986 എന്ന് കിട്ടും. അപ്പൊ ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ 1450 ആണ്. ലെങ്ത് ഓഫ് ദ ട്രെയിൻ 986 ആണ്. സോ പ്ലാറ്റ്ഫോം ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1450 നിന്ന് 986 മൈനസ് ചെയ്താൽ മതി. 10 6 പോയാൽ 4, 4 ആണ് ഇവിടെ. 14 നിന്ന് 8 പോയാൽ 6, 13 നിന്ന് 9 കുറച്ചാൽ 4. സോ 464 മീറ്റർ. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് മിക്കതിന്റെയും പല ഷിഫ്റ്റ് മാറി ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിലും സെയിം ക്വസ്റ്റ്യനുകൾ തന്നെയാണ് വന്നത്. വാല്യൂസ് പോലും പലതും സെയിം ആണ് കേട്ടോ. 464 ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഏഴാമത്തെ ചോദ്യം. ട്രെയിൻ 150 meter long takes 30 seconds to cross a bridge 500 meter long. Then how much time will the train to cross a platform of 370 meter long? ഇത് RRB സ്റ്റാഫ് 2015 എക്സാം ക്വസ്റ്റ്യൻ ആണ്. 36 seconds, 80 seconds, 24 seconds, 18 seconds. ഇവിടെ ലെങ്ത് ഓഫ് ദ ട്രെയിൻ തന്നിട്ടുണ്ട്. 30 seconds to cross a bridge, 500 meter ബ്രിഡ്ജ് ക്രോസ് ചെയ്യാനായിട്ട് 30 seconds എടുക്കുന്ന തന്നിട്ടുണ്ട് പറയുന്നുണ്ട്. ദെൻ അടുത്ത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ 307 മീറ്റർ ലോങ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യാൻ എത്ര ടൈം എടുക്കുമെന്നാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്പീഡ് ഇല്ല അല്ലെ. സ്പീഡ് നമുക്ക് തന്നിട്ടില്ല. ഇപ്പൊ നമുക്ക് ആദ്യത്തിൽ നിന്ന് ഈസി ആയിട്ട് സ്പീഡ് കണ്ടുപിടിക്കാം അല്ലെ. ദെൻ അത് രണ്ടാമത്തിൽ അപ്ലൈ ചെയ്താൽ മതി, ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ആദ്യത്തെ സിനാരിയോ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് ആണ് അല്ലെ. തെറ്റിപ്പോകരുത്. ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് ആണ് തന്നിരിക്കുന്നത്. സോ ലെങ്ത് ഓഫ് ദ ട്രെയിൻ എൽ പ്ലസ് ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് ഞാൻ ബി എന്ന് എടുത്തു. സോറി, സ്പീഡ് ഇൻറ്റു ടൈം അല്ലെ. സ്പീഡ് ഇൻറ്റു ഡൗട്ട് ഇല്ലല്ലോ. ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്ന് പറയുന്നത് 150 മീറ്റർ ആണ്. ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് എന്ന് പറയുന്നത് 500 മീറ്റർ ആണ്. ദെൻ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാ നമുക്കറിയില്ല. സ്പീഡ് എന്ന് പറഞ്ഞാൽ അറിയില്ല. ടൈം എന്ന് പറയുന്നത് 30 seconds തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നോക്കിയേ, 150 500 കൂടി കൂട്ടുമ്പോൾ 650 എന്ന് കിട്ടും.
then is equal to speed into time 30 സെക്കൻഡ്. സോ സ്പീഡ് കണ്ടുപിടിക്കുക 650 ഡിവൈഡഡ് ബൈ 30. സോ 0 ക്യാൻസൽ ആകും. ദാറ്റ് ഇസ് 65 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. ഞാൻ സിംപ്ലിഫൈ ചെയ്യാനൊന്നും പോകുന്നില്ല, അത് അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്, മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് അതിനെ രണ്ടാമത്തെ സീൻ കൊടുത്താൽ മാത്രമേ, കാരണം അവിടെ സിംപ്ലിഫൈ ചെയ്ത് പോകാൻ പറ്റും. നോക്കിയേ, രണ്ടാമത്തെ സിനാരിയോയില് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ആണ് പറയുന്നത്. ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ആണ്. സോ ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്ന് പറയുന്നത് 150 മീറ്റർ ആണ്. പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 370 മീറ്റർ ആണ്. ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ് അല്ലെ. നമുക്ക് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്, ഹൗ മച്ച് ടൈം എടുക്കുമെന്നാണ്. അപ്പോൾ ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ 150 370 കൂടെ കൂട്ടുമ്പോൾ 520. 520 ഈസ് ഈക്വൽ ടു സ്പീഡ് എന്ന് പറയുന്നത് 65 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു പി ആണ്. സോ അങ്ങനെയാണെങ്കിൽ ടൈം കണ്ടുപിടിക്കാനായിട്ട് ഈസ് ഈക്വൽ ടു 520. ഈ 3 പുറത്ത് പോകുമ്പോൾ മുകളിൽ പോകും, താഴെ 65 വരും അല്ലെ. 65 വരും. 65 520 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 1 15 3 52 5 1 0 20 404. സോ 104 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 കിട്ടും. 104 ഡിവൈഡഡ് ബൈ 13, സോറി, ഈ 13 ഗുണം 8 ആണ് 104 എന്ന് പറയുന്നത്. സോ 8 ഗുണം 3 24 സെക്കൻഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ 24 സെക്കൻഡ് എന്നാണ് അത്. 28 8 ഗുണം 3 24. സോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, 24 സെക്കൻഡ്. എല്ലാവർക്കും ആൻസർ കിട്ടിയോ? ക്ലിയർ ആയിട്ട് എല്ലാവരും കിട്ടുന്നുണ്ടോ? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ? എട്ടാമത്തെ ചോദ്യം. A train crosses a 110 meter long platform in 13.5 second and a 205 meter long platform in 18.25 second. What was the speed of the train? ഇതും റെയിൽവേയുടെ തന്നെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം 2018 ചോദിച്ചതാണ്. 72 km/h, 66 km/h, 69 km/h, 75 km/h. ഇവിടെയും രണ്ടും തന്നെ ടൈപ്പ് 2 സിനാരിയോ ആണല്ലോ. ഒന്ന് പ്ലാറ്റ്ഫോം, ഒന്നൊരു ലോങ്, രണ്ടും പ്ലാറ്റ്ഫോമുകളാണല്ലേ. രണ്ടാമത്തെ സിനാരിയോ ആണ് വന്നിരിക്കുന്നത്. സോ അപ്പൊ നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത് വെച്ചിട്ട് ഒരു ഫോർമുല ഉണ്ടാക്കി, ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് അതിനെ സോൾവ് ചെയ്ത് വേണം ആൻസർ കണ്ടുപിടിക്കാൻ. നോക്കിയേ, അപ്പൊ ആദ്യത്തിൽ പറയുന്നത് ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് പ്ലാറ്റ്ഫോം ആണ്. സോ ലെങ്ത് ഓഫ് ദ ട്രെയിൻ നമുക്ക് അറിയില്ല, പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് അറിയാം, 110 മീറ്റർ അല്ലെ. 110 മീറ്റർ ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല, സ്പീഡ് തന്നിട്ടില്ല, പക്ഷെ ടൈം തന്നിട്ടുണ്ട് 13.5 സെക്കൻഡ് അല്ല. അപ്പൊ ഇൻറ്റു സ്പീഡ് നമുക്കറിയില്ല. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഈ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിയേ, 205 മീറ്റർ ആണ് പ്ലാറ്റ്ഫോം. സോ ലെങ്ത് ഓഫ് ദ ട്രെയിൻ അറിയില്ല, പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് 205 മീറ്റർ ഈസ് ഈക്വൽ ടു ടൈം, സ്പീഡ് നമുക്കറിയില്ല, ടൈം നമുക്കറിയാം, 18.5 ഇൻറ്റു സ്പീഡ്. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇവിടെ നോക്കിയ ഒരു പ്രശ്നമുള്ളത്, സോ അപ്പൊ ഇവിടെ രണ്ട് ഇക്വേഷൻ കിട്ടി, നമുക്ക് ഇതിനെ സോൾവ് ചെയ്താൽ മതി അല്ലെ. പക്ഷെ ഇവിടെ നോക്കിയേ, ആദ്യത്തിൽ 110, രണ്ടാമത്തിൽ 205. ആദ്യത്തിൽ 13.5s, രണ്ടാമത്തിൽ 18.5s. അപ്പോ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് നമ്മൾ ചെയ്യേണ്ടത്, നേരത്തെ നമ്മൾ 1 - 2 എടുത്തെങ്കിൽ ഇവിടെ നേരെ തിരിച്ചെടുക്കണം. 2 - 1 ഈ ഇക്വേഷൻ രണ്ടിൽ നിന്ന്, കാരണം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാനാണ് നമുക്ക് എളുപ്പം, അല്ലെങ്കിൽ മൈനസ് വാല്യൂ വരും രണ്ടിടത്തും. അപ്പൊ അതിൽ നല്ലത് രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ കുറച്ചാൽ മതി. അപ്പൊ ആദ്യത്തെ എല്ലും കൂടെ പോയാൽ അത് ക്യാൻസൽ ആയി പോകും. 205 നിന്ന് 110 കുറയ്ക്കണം അല്ലെ. 205 നിന്ന് 110 കുറച്ചാൽ എത്ര കിട്ടും? 95 മീറ്റർ എന്ന് കിട്ടും. ഇനി 18.5s നിന്ന് 13.5s കുറച്ചാലോ? സോറി, 18.25 ആണ് ഞാൻ എഴുതിയ തെറ്റിപ്പോയത്. 18.25 18.25 നിന്നും 13.5 ആണ് കുറയ്ക്കേണ്ടത്. 5 12 5 7. സോ 7 നിന്ന് 3 4 4.75 എസ് എന്ന് കിട്ടും. സോ അപ്പൊ ഇതിൽ നിന്ന് എസ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് 95 ഡിവൈഡഡ് ബൈ 4.75. സോ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 100 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. 9500 ഡിവൈഡ് ബൈ 475 ചെയ്യാം, അല്ലെങ്കിൽ ഇത് അല്ലാതെയും ചെയ്യാം. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ ശ്രദ്ധിക്കണം,
നമ്മുടെ ഓപ്ഷനിലൊന്നും മീറ്റർ പെർ സെക്കൻഡ് ഇല്ല, കിലോമീറ്റർ പെർ അവറിലാണ് ആൻസർ വന്നിരിക്കുന്നത് അല്ലെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ കിലോമീറ്റർ പെർ അവർ ആക്കണം. അതിനെ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 20 5 കൂടെ ക്യാൻസൽ ആകും 4 തവണ. സോ 4 × 18 അല്ലെ. 4 × 18 എന്ന് പറയുന്നത് 72 കിലോമീറ്റർ പെർ അവർ. ആൻസർ എന്ന് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് 72 കിലോമീറ്റർ പെർ അവർ. കാരണം 4 × 18 ആണ്. 18 ആണ് 36, 36 ആണ് 2 74. സോറി 72. 36 × 2 72. ഈസി ആയിട്ട് ഓർക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. കിട്ടിയോ? അപ്പൊ 72 കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. കിട്ടിയോ എല്ലാവർക്കും? 2 ചോദ്യങ്ങൾ കൂടിയേ ഉള്ളൂ. 9ാമത്തെ ചോദ്യം. ഇതും റെയിൽവേയുടെ തന്നെ എക്സാം ക്വസ്റ്റ്യൻ ആണ്. എ ട്രെയിൻ പാസസ് എ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ഇൻ 36 സെക്കൻഡ് ആൻഡ് എ മാൻ സ്റ്റാൻഡിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം ഇൻ 20 സെക്കൻഡ്. ഇഫ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഈസ് 54 കിലോമീറ്റർ പെർ അവർ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം? 120 മീറ്റർ. ഓപ്ഷൻ ബി 240 മീറ്റർ. ഓപ്ഷൻ സി 300 മീറ്റർ. ഓപ്ഷൻ ഡി 200 മീറ്റർ. യെസ്, ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം അല്ലെ ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് എന്ന് പറയുന്നത് അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു, സ്പീഡ് തന്നിരിക്കുന്നത് 54 കിലോമീറ്റർ പെർ അവറിലാണ് അല്ലെ. നമുക്ക് ബാക്കിയെല്ലാം മീറ്ററിലും സെക്കൻഡും ആണ്. സോ സ്പീഡ് 54 കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ അതിനെ നമ്മൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. ക്ലിയർ ആണോ? യെസ്. അപ്പൊ 18 54 ക്യാൻസൽ ചെയ്യാം. 3 തവണയാണ്. 3 × 5 15 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സോ അപ്പൊ ഇനി നോക്കി ഡിസ്റ്റൻസ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം ഈസ് ഈക്വൽ ടു സ്പീഡ് 15 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ടൈം. ടൈം എന്ന് പറയുന്നത് 36 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 36 × 15 5 30 3 ശിഷ്ടം 15 3 18 ഒരു 36 36 0 8 6 14 1 ശിഷ്ടം 3 4 1 5 540 മീറ്റർ. 540 മീറ്റർ എന്ന് കിട്ടും. ഈ രണ്ടാമത്തെ സിനാരിയോ നോക്കി. സ്റ്റാൻഡിംഗ് ഓൺ പ്ലാറ്റ്ഫോം ഒരു പേഴ്സൺ അല്ല, ഒരു മാൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ലെങ്ത് ഓഫ് ദ ട്രെയിൻ എടുത്താൽ മതി. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദെൻ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് എന്ന് പറയുന്നത് 15 മീറ്റർ പെർ സെക്കൻഡ്. ടൈം എന്ന് പറയുന്നത് 20 സെക്കൻഡ് ആണ്. സോ 15 × 20 ദാറ്റ് ഈസ് 300 മീറ്റർ. ഇപ്പൊ രണ്ടും കിട്ടി. ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് പ്ലാറ്റ്ഫോം ലെങ്ത് ഈസ് 540 മീറ്റർ. ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്ന് പറയുന്നത് 300 മീറ്റർ ആണ്. അങ്ങനെ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 540 മൈനസ് 300 മീറ്റർ ദാറ്റ് ഈസ് 240 മീറ്റർ. 540 നിന്ന് 300 ആണ് അല്ലെ. സോ 240 മീറ്റർ എന്ന് ആൻസർ ചെയ്തു. 240 മീറ്റർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 240 മീറ്റർ 240 മീറ്റർ ആണ് ആൻസർ എന്ന് പറയുന്നത്. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ ആണോ? ലാസ്റ്റ് ചോദ്യം, ഇനി ഒരേ ഒരു ചോദ്യം കൂടിയേ ഉള്ളൂ. ട്രെയിൻ 240 മീറ്റർ ലോങ് passes a pole in 24 seconds. Then how long will it take to pass a platform of 650 meter long? 65 seconds, 89 seconds, 100 seconds, 150 seconds. So ലെങ്ത് ഓഫ് ദ ട്രെയിൻ തന്നിട്ടുണ്ട്. പോൾ പാസ് ചെയ്യാൻ ഇത്ര ടൈം തരുന്നത്. മറ്റൊരു സിനാരി പ്ലാറ്റ്ഫോം 650 മീറ്റർ അങ്ങനെയാണെങ്കിൽ എത്ര ടൈം കൊണ്ട് പാസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആദ്യത്തെ നമുക്ക് സ്പീഡ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അതൊന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി കേട്ടോ. സോ നോക്കിയേ, എ ട്രെയിൻ ഓഫ് 240 മീറ്റർ ലോങ് പാസസ് എ പോൾ ഇൻ 24 സെക്കൻഡ്. സോ അവിടെ നമുക്ക് പോള് ആണ് പാസ് ചെയ്തിരിക്കുന്നത്. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ് അല്ലെ. സോ 240 മീറ്റർ എടുത്താൽ മതി. ലെങ്ത് ഓഫ് ദ ട്രെയിന് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 240 മീറ്റർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എന്ന് പറയുന്നത് എസ് ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 24 സെക്കൻഡ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 240 ഡിവൈഡഡ് ബൈ 24. ഈ 24 ഇപ്പുറത്ത് പോകുമ്പോൾ അടിയിലേക്ക് പോകും. സോ 240 24 കൂടെ ആകുമ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ ആദ്യത്തെ നമുക്ക് സ്പീഡ് കിട്ടി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി രണ്ടാമത്തെ ആണെങ്കിലോ, രണ്ടാമത്തെ സിനാരിയോ പ്ലാറ്റ്ഫോം ആണ്. പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ആണ് അല്ലെ. അപ്പോൾ ലെങ്ത് ഓഫ് ദ ട്രെയിൻ 240 പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 650 മീറ്റർ ആണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻറ്റു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്.
ടൈം എന്ന് പറയുന്നത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 240 പ്ലസ് 650 650 ദാറ്റ് ഈസ് 890 meter is equal to 10 into t. അങ്ങനെ t is equal to 890 divided by 10. So ഇത് 0 cancel ആവും. 89 സെക്കൻഡ് എന്ന് കിട്ടും നമുക്ക്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആയിട്ട് മനസ്സിലായ എല്ലാവർക്കും? വളരെ സിമ്പിൾ ആണ്. ബേസിക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ കുറച്ച് പ്രാക്ടീസ് കൂടെ ചെയ്താൽ മതി. ഇതിനപ്പുറത്ത് ക്വസ്റ്റ്യൻ വരില്ല, ഞാൻ ഗ്യാരണ്ടി തരാം. കാരണം നിങ്ങൾ അത്രയും ഓരോ സബ് ടൈപ്പും മനസ്സിലാക്കിയിട്ടാണ് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കി തന്നെ സെലക്ട് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യനും വർക്ക്ഔട്ട് ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആയിട്ട് മനസ്സിലായോ ഈ രണ്ടാമത്തെ ടൈപ്പ്? കാരണം ഇതിലെന്താണ് കഴിഞ്ഞ 2010 എല്ലാ ഷിഫ്റ്റിലും ക്വസ്റ്റ്യൻ ചോദിച്ചത്, പാരാമെഡിക്കിന്റെ എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻ ചോദിച്ചത് ഈ ഒരു സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ്. സോ ഇനി ഒരു ടൈപ്പ് കൂടിയുണ്ട്, ട്രെയിൻ പ്രോബ്ലംസ്. അത് സ്പീഡ് വേഗതയൊക്കെ വെച്ചിട്ട് രണ്ട് ട്രെയിനുകൾ ഒരേ ഡയറക്ഷനിൽ പോയാൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നാൽ അത് എത്ര സമയം ക്രോസ് ചെയ്ത് പോകും, അത് എത്ര ടൈം എടുക്കും, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ഒരു പാർട്ട് വീഡിയോ ആയിട്ട് ചെയ്യും. അതോടുകൂടി ഇതിന്റെ ട്രെയിൻ റിലേറ്റഡ് എല്ലാ ടൈപ്പ് പ്രോബ്ലംസും കംപ്ലീറ്റ് ആവും കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ചെയ്യാൻ മനസ്സിലായി? ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുമോ? സോ എല്ലാവരും കമന്റ് ചെയ്യണം, നിങ്ങൾക്ക് ഇതിൽ എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റിയ, കൺസെപ്റ്റ് മനസ്സിലാക്കി എത്ര ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. സോ അതുപോലെ തന്നെ ആരെങ്കിലും ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ മെസ്സേജ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഒരു ക്ലാസ്സുകൾ ഉറപ്പായിട്ട് നിങ്ങൾ പ്രയോജനപ്പെടുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ DME സ്റ്റാഫ് നേഴ്സ് PSC യുടെ 6ാമത്തെ ബാച്ച് അഡ്മിഷൻ നവംബർ 30 അവസാനിക്കുകയാണ്. സോ ആരെങ്കിലും ഇനിയും DME PSC എക്സാമിന് പ്രിപ്പയർ ചെയ്ത് പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉറപ്പായിട്ട് ജോയിൻ ചെയ്ത് പഠിക്കുക. അതുപോലെ റെയിൽവേ നഴ്സിംഗ് സൂപ്രണ്ടിന്റെ എക്സാമിന്റെ 2ാമത്തെ ബാച്ചിന്റെ അഡ്മിഷൻ അല്ലെങ്കിൽ ഇതോട് ക്ലോസ് നവംബർ 30 വരെ നമ്മൾ നീട്ടിയിട്ടുണ്ട്. NHMന്റെ ഫീസ് ഒക്കെ ഡിലേ വന്നതുകൊണ്ട് നമ്മൾ 30 വരെ നീട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹം ഉറപ്പായിട്ട് ജോയിൻ ചെയ്ത് പഠിക്കുക. അതുപോലെ എയിംസ് നോർസെറ്റ് ബാച്ച് ഏപ്രിൽ എക്സാമിന്റെ എയിംസ് നോർസെറ്റിന്റെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിന്റെ റീലോഞ്ചുമായി ബന്ധപ്പെട്ട് ഈ 4 കോഴ്സുകൾ MSc എൻട്രൻസ് ഉൾപ്പെടെയുള്ള 4 കോഴ്സിലും ഒറ്റ ഫീസിൽ പഠിക്കാനുള്ള 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീസ് അടച്ചുകൊണ്ട് തന്നെ ഒറ്റ ഫീസിൽ പഠിക്കാനുള്ള വളരെ നല്ലൊരു ഓഫർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഇനിയും ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്ത് ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എത്രയും വേഗം ജോയിൻ ചെയ്ത് പഠിക്കാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. ഒരു കാരണവശാലും നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ ഇരിക്കരുത്. ഒരു കാരണവശാലും പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയില്ല. കഴിഞ്ഞ എക്സാമിലെല്ലാം നിങ്ങൾ മനസ്സിൽ പലരും അനുഭവിച്ച കാര്യങ്ങളാണ്. സോ ഇനി അത് ഉണ്ടാവാതിരിക്കട്ടെ. സോ ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങളോടൊപ്പം വിജയമുണ്ടാകും. സോ ഓൾ ദി ബെസ്റ്റ്.